കൗമാരം, ടീനേജ്, കൗമാരക്കാലത്തെ ഓണം. എനിക്ക് ആക്ച്വലി പറയാനാണെങ്കിൽ കൗമാരക്കാലത്തെ ഓണത്തിനൊക്കെ ഏതെങ്കിലും ഷൂട്ടിംഗ് സ്പോട്ടിലായിരുന്നു ഞാൻ. വളരെ വിരളമായിട്ടുള്ള ഓണം മാത്രമേ ഞാൻ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ. ഒരു ഓണം എൻ്റെ തുടക്കകാലത്ത് ആന്ധ്രയിൽ പോയിട്ട്, രാജമന്ത്രി പോയിട്ട്, അവിടുന്ന് നമ്മൾ വള്ളത്തിനകത്തി, കുട്ടവള്ളം എന്ന് പറയുമല്ലോ, വട്ടത്തിനുള്ള, അതിനകത്തൂടെ പോയി ഗോദാവരി നദിയുടെ നടുക്കൊരു ഐലൻഡുണ്ട്. വെറും മണൽക്കൂനകൾ മാത്രം, നല്ല ചൂടും. പക്ഷെ ആ പ്രൊഡ്യൂസർ രാമാനായിഡു എന്ന് പറയുന്ന അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് ഡയറക്ടറും അദ്ദേഹം കൂടെ ചർച്ച ചെയ്തിട്ട്, ആ കുട്ടിയുടെ ഓണമാണ്, ചെറിയ പെൺകുട്ടിയാണ്, അപ്പം അതിന് ഓണത്തിന് ഒന്ന് പോയി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു അവിടുന്ന് ട്രെയിനിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, വളരെ സമയമെടുക്കും, പിറ്റേന്ന് വരുമ്പം തിരിച്ചങ്ങോട്ട് പോകാനുള്ള സമയമേ കാണത്തുള്ളൂ. പക്ഷെ അത് ആ മണൽക്കൂരയ്ക്ക് നടുവിൽ ഒരു ടെൻ്റൊക്കെ കെട്ടി അതിനകത്ത് ഞാനും നടൻ മോഹൻ അങ്ങനെ അവിടെ വെച്ച് ആഘോഷിച്ചു. അപ്പം എനിക്കെന്താ അറിയാവോ, അവരുടെ സ്റ്റൈലിലുള്ള ഒരു ഓണസദ്യ, ആന്ധ്ര മീൽസ്. അപ്പോൾ അത് കുറേ നാൾ എൻ്റെ മനസ്സിലൊരു പരിഭവമായിട്ട് തന്നെ കിടന്നു. മലയാളത്തിൽ എത്തിയതിനു ശേഷമുള്ള ഓണക്കാലങ്ങളെല്ലാം 85-ന് ശേഷം മമ്മൂക്കയുടെ പടം, ലാലേട്ടൻ്റെ പടം, അങ്ങനെ ഒരു ഓണക്കാലത്താണ് തലയിടമന്ത്ര റിലീസ് ചെയ്തത്. അപ്പോൾ 2 മോഹൻലാൽ പടം, 2 പിന്നെ മമ്മൂട്ടി പടം, 1 ഉർവശി പടം എന്നും പറഞ്ഞൊരു കോമ്പറ്റീഷനായിട്ട് വന്ന ആദ്യത്തെ വർഷമായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിലെന്നും നിൽക്കും. അതിനൊരു ആ ഒരു കാലം ഉണ്ടാക്കി തന്ന സന്തോഷം എന്ന് പറയുന്നത് ശ്രീനേട്ടനും സത്യേട്ടനുമാണ് ശരിക്കും ആ ഓണ സന്തോഷം പങ്കുവെക്കേണ്ടത്. അത്രേ ഉള്ളൂ. ജഗദീഷേട്ടാ, ഇതേപോലെ സിനിമ സെറ്റിലെ ഓണം നല്ലൊരു ഗംഭീരമായ ആഘോഷം സിനിമ സെറ്റിലെ ഓണം, ഇതേപോലെ ആന്ധ്ര മീൽസ് കഴിച്ചതോ? എനിക്ക് ഓർമ്മയുള്ളത് കല്യാണ സൗഗന്ധികം എന്ന ചിത്രം, അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവോണ ദിവസവും ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ പലപ്പോഴും തിരുവോണമൊന്നും ആഘോഷിക്കാൻ കഴിയാറില്ല, വീടുകളിൽ വെച്ച് ആഘോഷിക്കാൻ കഴിയാറില്ല. പ്രാക്ടിക്കലായിട്ട് എൻ്റെ കുടുംബം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്, രമ മോർച്ചറി ഡ്യൂട്ടി ചില ദിവസം തിരുവോണ ദിവസം തന്നെ ഏറ്റെടുക്കും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ തലയിൽ ആ ഡ്യൂട്ടി കെട്ടിവെക്കാതെ രമ തന്നെ തിരുവോണ ദിവസം ഡ്യൂട്ടി എടുത്തിട്ട് എന്നോട് പറയും, നമുക്ക് 4-ാം ഓണം അല്ലെങ്കിൽ 5-ാം ഓണമൊക്കെ നമുക്ക് ആഘോഷിക്കാം. തിരുവോണ ദിവസം ബാക്കിയുള്ളവരെല്ലാം തന്നെ സദ്യ കഴിക്കുമ്പോൾ രമ അന്ന് ഔദ്യോഗികമായിട്ട് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തു. കാരണം വെച്ചാൽ 5-ാം ഓണം എന്നൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും അത് സാരമില്ല, അമ്മയ്ക്ക് ഇതേപോലെ ഡ്യൂട്ടി പോകേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് 3-ാം ഓണം തിരുവോണമായിട്ട് ആഘോഷിക്കാം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഓർമ്മയൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വ്യക്തിപരമായി ഓടിയെത്തുന്നത്. അതൊരു സാക്രിഫൈസ് ആണല്ലേ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയ സാക്രിഫൈസ് ആണ്. അതിനൊരു കയ്യടി.